എൻ്റെ റിവ്യൂസ് കുറച്ച് കാലമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേവറേറ്റ് ജോണർ എന്നുള്ളത് മർഡർ മിസ്റ്ററി ത്രില്ലേഴ്സാണ്. സോ അങ്ങനത്തെ മൂവീസൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ മിസ്സാക്കാറേ ഇല്ല. അപ്പോൾ ആ ഒരു ജോണറിലൊരു ലേറ്റസ്റ്റ് തമിഴ് മൂവി റീസെൻ്റ്ലി റിലീസായി. സോ ഐ ഡിസൈഡഡ് ടു ഗിവ് ഇറ്റ് എ ഗോ. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ ആര്യൻ. 2.5 മണിക്കൂറാണ് ഈ പടത്തിൻ്റെ റൺ ടൈം. അപ്പോൾ ഇതിനെ പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് അതിൻ്റെ ഒരു പ്ലോട്ടാണ്. ഒരു യുണീക്ക് പ്ലോട്ടാണ് പടത്തിനുള്ളത്. ഇപ്പോൾ നോർമലി നമ്മൾ കണ്ടുവരുന്ന മർഡർ മിസ്റ്ററിക്ക് അല്ലാതെ ഒരു സംതിങ് ന്യൂ എന്നുള്ള രീതിയിൽ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പടം തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം എൻഗേജിങ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇത്. ഇനി രണ്ടാമത്തെ ഒരു പോസിറ്റീവ് പറയാനാണെങ്കിൽ ഈ പടം പറഞ്ഞ് വെക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അറ്റ് ദി എൻഡ്. അപ്പോൾ ആ പറയുന്ന മെസ്സേജും അത്യാവശ്യം നല്ല രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ ലാഗൊന്നും ഇല്ലാതെ ആ പടം അവർ ഓടിച്ച് തീർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് പറയാനാണെങ്കിൽ ഒരു മർഡർ മിസ്റ്ററിയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോട്ടീവ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആ മോട്ടീവ് വാസ് ഫൈൻ. പക്ഷേ ആ മോട്ടീവ് കാരണം ഇവർ അല്ലെങ്കിൽ കില്ലർ സെലക്ട് ചെയ്യുന്ന വിക്ടിംസ് ഉണ്ടല്ലോ, അത് അത്രത്തോളം അങ്ങ് കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതിൽ എസ്പെഷ്യലി എല്ലാവരും അല്ല, 1-2 വിക്ടിംസിൻ്റെ കേസാണ്, അത് ഒട്ടും തന്നെ കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ആൾ ലാസ്റ്റ് പറഞ്ഞു വെക്കുന്ന മെസ്സേജ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു കല്ലേടി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ നെഗറ്റീവ് ഉള്ളത് ഇതിലെ സബ്പ്ലോട്ട്സ് ആണ്. അതായത് അനാവശ്യമായ സബ്പ്ലോട്ടുകൾ ഇതിൽ ഇടയ്ക്ക് കുറച്ച് കുത്തി കയറിയിട്ടുണ്ട്. ഇപ്പോൾ 2.5 മണിക്കൂറാണ് റൺ ടൈം എങ്കിൽ പോലും ഈ സബ്പ്ലോട്ട് ഇല്ലെങ്കിൽ 2 മണിക്കൂറിൽ ഒതുക്കാവുന്ന പടമാണത്. അപ്പോൾ ഈ സബ്പ്ലോട്ടിൽ ഒന്നൊരു ലവ് ട്രയാങ്കിളാണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ആങ്കറൊക്കെ വെച്ചിട്ട്. പക്ഷേ എനിക്കൊന്ന് തുടങ്ങി പകുതി വെച്ചപ്പോൾ തന്നെ അവരങ്ങ് നിർത്തി, അല്ലെങ്കിൽ അവർ മറന്നുപോയി ഇങ്ങനെ ഒരു പ്ലോട്ട് ഉള്ളത്. കാരണം അത് എവിടേക്കും എത്തുന്നില്ല ഈ പടത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പിന്നെ ഒരു ഗുണ്ടയൊക്കെ വരുന്നുണ്ട്. എന്തിനാ ഗുണ്ടയുടെ ആവശ്യം എന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല ഈ പടത്തിൽ. ആക്ഷന് വേണ്ടിയിട്ടായിരിക്കാം, പക്ഷേ അതിന് വേണ്ടി ഒരു ആക്ഷൻ സീൻ പോലും ഇല്ല. അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എന്തായാലും അങ്ങനത്തെ 1-2 നെഗറ്റീവ്സ് ആ പ്ലോട്ട് പോയിന്റ്സിൽ പറയുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ മാറ്റി നിർത്തി കഴിഞ്ഞാലും വേറെ വലിയ ഭീകരമായ പ്രശ്നങ്ങളൊന്നും ഈ പടത്തിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ വുഡ് സേ ലൈക്ക് ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ പറഞ്ഞ ഈ പ്ലോട്ട് പോയിന്റ്സ് അല്ലെങ്കിൽ ഒന്നുകൂടി സ്ട്രോങ് ആക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റാർട്ട് കിട്ടിയിട്ട് ആ ഒരു പൊട്ടൻഷ്യൽ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാത്ത പോലെയാണ് എനിക്ക് ഈ പടത്തിൽ തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തീം അല്ലെങ്കിൽ ഈ ഒരു ജോണർ ഇഷ്ടമുള്ളവരാണെങ്കിൽ പോയി കാണാം. കാരണം പ്രത്യേകിച്ച് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല കണ്ടിട്ട്. എന്നാൽ ഒരു അമിത പ്രതീക്ഷകളായിട്ട് പോവാതിരിക്കാൻ നോക്കുക. കാരണം ഈ അമിത പ്രതീക്ഷകളായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നിരാശപ്പെട്ടേക്കാം ഒരിത്തിരിയെങ്കിലും. So I would say go for it. It's an above average investigation thriller.